എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഒറോച്ചി അവനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം അവന്റെ എല്ലാ പ്രതിബന്ധങ്ങളെയും അവൻ തകർത്തു എന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാഞ്ചറോയിലായിരുന്നു അവന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. കാഞ്ചറോ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അവനെ അറിയിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാരുടെ എല്ലാവരുടെയും മൂവ്മെന്റ്സ് അവൻ തടുത്തു. ഇനി യാതൊന്നും പേടിക്കാനില്ല. ടൈം ട്രാവൽ ചെയ്തവനും ആത്മാക്കളും ഒന്നും അവന്റെ അടുത്തേക്ക് വരില്ല. ഇത് ശരിക്കും എന്റെ പുതിയൊരു എറയാണ്, പുതിയൊരു ടീ പാർട്ടിയാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ എല്ലാം മറന്ന് എൻജോയ് ചെയ്യും. അവൻ ഒരു സെക്കൻഡ് അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ്. ആ ഒരു ഇൻഫർമേഷൻ അത് കാഞ്ചനോടെ കയ്യിൽ നിന്ന് കിട്ടിയത് മുതലാണ് അവൻ അവന്റെ മൂവ്മെന്റ്സ് ആരംഭിച്ചത്. ആ ബ്രിഡ്ജുകൾ തകർത്തു, കപ്പലുകൾ ഇല്ലാതാക്കി. സോ അവരെ കൊണ്ട് ഇനി വരാനായിട്ട് കഴിയില്ല. മെയിൻ ആൾക്കാരെ അവരെ ഇല്ലാതാക്കിയത് കൊണ്ട് തന്നെ അവരുടെ അസിസ്റ്റൻസിന് ഇവിടേക്ക് എത്താനായിട്ട് കഴിയില്ല. സോ എന്റെ പ്ലാനുകളെല്ലാം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവൻ തുള്ളിച്ചാടും. ഇതാ ഇവിടെ നമ്മുടെ ആൾക്കാരെ കാണിക്കും. ഒറോച്ചിയുടെ എക്സ്പെക്ടേഷൻ അതെല്ലാം തന്നെ കാറ്റിൽ പറത്തി അവരുടെ തന്നെ രൂപത്തിലേക്ക് മാറി നമ്മുടെ ആൾക്കാർ ഇപ്പോൾ ഒർഗഷിമയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നൈസായിട്ട് ഒറോച്ചിയുടെയും കൈഡോയുടെ ആൾക്കാരുടെ ഇടയിലൂടെ കടന്നുകൂടി അവരെ എല്ലാവരെയും നശിപ്പിക്കാനാണ് നമ്മുടെ ആൾക്കാരുടെ പ്രധാന പ്ലാൻ. ഇവിടെ കെന്നും ഡെഞ്ചറോയും ബാക്കിയുള്ള സാമുറായി ടീമും അവരെല്ലാവരും ഓടനെയും ടൊക്കെ ഇല്ലാതാക്കിയ കാര്യങ്ങൾ അതെല്ലാം ഒന്ന് ആലോചിക്കും. അതിനുശേഷം ഡെഞ്ചറോയും കിന്നും അവർ രണ്ട് ടീമായി രണ്ട് ഭാഗത്തേക്ക് പോവാണ്. കിന്നാണെങ്കിൽ ഈസ്റ്റ് സൈഡിലൂടെ അവന്റെ സോൾജിയേഴ്സുമായി മുൻപോട്ടേക്ക് പോകും. സൗത്ത് സൈഡിൽ ഡെഞ്ചറോ ആണ് ടീം. കട്ട് ചെയ്ത ഇവിടെ ലോയുടെ കപ്പലാണെങ്കിൽ അക്കസായ മെമ്പേഴ്സൊക്കെ ആയിട്ട് കടലിനടിയിലൂടെ ബാക്ക് എൻട്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോഡൻ ടീമിന്റെ ലക്ഷ്യം അത് കൈഡോയും ഒറോച്ചിയുമാണ്. പാർട്ടി ആഘോഷിക്കുന്നതിനിടയിൽ രണ്ടുപേരെ നൈസായിട്ട് തീർക്കണം. അവിടെ പാർട്ടി ആണെങ്കിൽ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് വേറെ ലെവലിൽ കൊണ്ടുപോവാണ്. അതേസമയം ലൂഫിയൻ ടീം അവരാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് മുൻപിലേക്ക് പോവുക. ഫ്രാങ്കിക്കാണെങ്കിൽ ഒരു ബുദ്ധി വിളിച്ചുണ്ടായി. അവൻ പറയും എനിക്കൊരു പ്രത്യേക പ്ലാൻ ഉണ്ട്, അതനുസരിച്ച് നമുക്ക് നീങ്ങാന്ന് പറഞ്ഞ് അവനത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. മറ്റൊരു ഭാഗത്ത് യൂസ്റ്റസ് കിഡും കിന്നും അവന്റെ ടീമും അവരാണെങ്കിൽ ഒച്ചത്തിൽ ശബ്ദമൊക്കെ ഉണ്ടാക്കി അവരെ കൊല്ലാനായിട്ട് ടെററായിട്ട് പോവാണ്. ലൂഫിക്കാണെങ്കിൽ അത് കണ്ട് കൺട്രോൾ പോകും. ഓ നോ യൂസ്റ്റസ് കിഡ്, നീ എന്തായി ചെയ്യണേ? ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി അവിടേക്ക് പോയാൽ അവരെല്ലാവരും നമ്മളെ തിരിച്ചറിയും. കിന്നിന്റെ പ്ലാന് അത് നമ്മൾ ഫോളോ ചെയ്യണം. യൂസ്റ്റസ് കിഡിനാണെങ്കിൽ ലൂഫി പറയുന്നത് ഒട്ടും ഇഷ്ടാവില്ല. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ നിങ്ങളുടെ ടീംമേറ്റ് ഒന്നും അല്ല, ഞങ്ങൾ മറ്റൊരു ടീമാണ്, ഞങ്ങളുടെ ലക്ഷ്യം കൈഡോ ആണ്. ലൂഫിയും സോറോയും ആണെങ്കിൽ തീർത്ത് പറയും ഇങ്ങനെ മുൻപോട്ടേക്ക് പോയാൽ അത് വലിയ കുഴപ്പമാണ്. യൂസ്റ്റസ് കിഡ് കാരണം എല്ലാ പ്ലാനും കൊളാവും. സോ എത്രയും വേഗം നമുക്ക് അവരെ തടയണമെന്ന് പറഞ്ഞ് മുൻപോട്ടേക്ക് പോകും. ജിംബൈ ആണെങ്കിൽ അവരോട് പോവണ്ട എന്ന് പറയും. പക്ഷെ അവരത് കേൾക്കാതെ അവരെ തടയാനായിട്ട് പോവാണ്. മറ്റൊരു ഭാഗത്ത് അമുറായി പെണ്ണ്, അവൾക്കാണെങ്കിൽ അവളുടെ ടെൻഷനും ഹാർട്ട് ബീറ്റും കൂടി കൂടി വരികയാണ്. കാരണം ലോ വളരെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്താണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ ലൂഫിയും യൂസ്റ്റസ് കിഡും അവർ രണ്ടുപേരും എടുത്തു ചാടി പല കാര്യങ്ങളും ചിന്തിക്കാതെ ചെയ്യുന്നുണ്ട്. അവർക്ക് യാതൊരു ആപത്തും വരാൻ പാടില്ല എന്ന് അവൾ ചിന്തിക്കുകയാണ്. മാത്രമല്ല ട്രഫാർഗറിലോ അവൻ പറയുന്ന ഓരോരോ പ്ലാനുകൾ അവൾ വ്യക്തമായിട്ട് കേൾക്കും. അവളുടെ ടെൻഷനും വിഷമവും ഒക്കെ കണ്ട് ഇപ്പൊ ലോ ആണെങ്കിൽ അവളെ ആശ്വസിപ്പിക്കും. നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ലൂഫി അത്ര വേഗം ആർക്കും തോൽപ്പിക്കാനാവില്ല. അവന്റെ സ്ട്രെങ്ത് അത് നിങ്ങൾ വിചാരിക്കുന്നതിലും വളരെ കൂടുതലാണ്. പക്ഷെ എന്താ, അവന് കുറച്ച് വട്ടുണ്ട്. അവന്റെ കൂടെ പോയി കഴിഞ്ഞാൽ കൂടെ പോകുന്നവർക്ക് പോലും ഭ്രാന്ത് പിടിക്കുമെന്ന് പറയും. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ആ പാർട്ടി നടക്കുന്ന സ്ഥലം കാണിക്കും. DJയും ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് അവർ വേറെ ലെവലിൽ അട്ടിച്ചു പൊളിക്കുകയാണ്. അപ്പോഴായിരിക്കും കാഞ്ചറോ അവൻ ആ സീക്രട്ട് പാത്ത് വഴി ഇപ്പോൾ മൊമൻറ്റോസ്കി ആയിട്ട് കടന്നു വരിക. സോൾജിയേഴ്സിനൊക്കെ തല്ലി വീഴ്ത്തി അവൻ കാഞ്ചറോയുടെ മുൻപിലേക്ക് വരും. കാരണം സോൾജിയേഴ്സിന്റെ മുൻപിൽ അവനും അക്കസായി ടീമിലെ ഒരു മെമ്പറാണ്. കാഞ്ചറോയ്ക്കാണെങ്കിൽ ഇപ്പൊ ആ വഴി അത് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നില്ല. സോ അവൻ കുറച്ച് സമയമായി അതിനുള്ളിൽ കിടന്ന് വട്ടം കറങ്ങുന്നു. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ലൂഫി യൂസ്റ്റസ് കിഡിനെ ഒരുപാട് ചീത്തയൊക്കെ വിളിച്ച് ക്യാസ്റ്റിന്റെ അകത്തേക്ക് അങ്ങനെ ഓടി വരികയാണ്. അപ്പൊ അവൻ കാണും പാട്ടും ഡാൻസും ലൈറ്റും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് അവിടെ അങ്ങനെ അടിച്ചു പൊളിക്കുകയാണ്. ഇവിടെ സോറോയ്ക്കാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ കാണാനായിട്ട് കഴിയുന്നില്ല. അവനാണെങ്കിൽ ആ ജനക്കൂട്ടത്തിനിടയിൽ ലൂഫിയെ തെരയും. അടുത്ത നിമിഷം ഒരു സോൾജിയർ ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വന്ന് ഡ്രിങ്ക്സ് ഓഫർ ചെയ്യാണ്. പറ്റി നീ ആരെയാണ് തെരയണേ? ഇപ്പൊ എൻജോയ് ചെയ്യേണ്ട ടൈമാണ്, നീ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് റിലാക്സ് ചെയ്യാനായിട്ട് പറയും. പക്ഷെ സോറോ ആണെങ്കിൽ അത് ഡിനൈ ചെയ്ത് ഇപ്പൊ ലൂഫി അന്വേഷിച്ചു പോകും. കട്ട് ചെയ്ത ഇവിടെ ഫ്രാങ്കി അവനാണെങ്കിൽ അവൻ ക്രിയേറ്റ് ചെയ്ത എന്തോ ഒരു സർപ്രൈസ് സാധനം അതെടുക്കാനായി പോയിട്ട് ഒരുപാട് സമയമായി. അവിടെ ഉള്ളവർക്കാണെങ്കിൽ ക്ഷമ നശിക്കും. ഫ്രാങ്കി നീ എന്തായി ചെയ്യണേ? അവിടെ നേരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ കഴിയില്ല, നീ പുറത്തേക്ക് വായോ. അതിനവൻ പറയും നോ, ഇതൊരു വലിയ സാധനമാണ്, ഒരല്പസമയം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. ഞൊട്ടിയിടയിൽ കപ്പലിന്റെ 4th ലിവർ അത് പിടിച്ച് വലിക്കുകയാണ്. അടുത്ത നിമിഷം ഒരു അടിപൊളി ബൈക്ക് പുറത്തേക്ക് വരും. ബ്ലാക്ക് റെയിനോ FRU4 എന്ന്
എന്ന് പേരുള്ള ഒരു അടിപൊളി ബൈക്ക്. അതുകൊണ്ട് എല്ലാവരും അതിനെ തന്നെ നോക്കി നിൽക്കും. അതിന്റെ തൊട്ടുപുറകെ രണ്ടാമത്തെ വണ്ടി അവിടേക്ക് ലോഡ് ആവുകയാണ്. അതിൽ ചോപ്പറും ഉസോപ്പും കയറിയിരിക്കും. കാരണം അതിന്റെ മുൻപിൽ പീരങ്കിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉസോപ്പ് സ്നൈപ്പർ ആയതുകൊണ്ട് തന്നെ അവൻ എയിം ചെയ്ത് അടിക്കാനുള്ള കഴിവ് നല്ല കൂടുതലാണ്. ബാക്കിയുള്ളവരെല്ലാവരും ഇപ്പൊ വണ്ടിയിലേക്ക് കയറിയിരിക്കുകയാണ്. സാധാരണ ഇങ്ങനെയൊന്ന് കണ്ടാൽ ആദ്യം കയറുക നമ്മുടെ ലൂഫിയാണ്. ചോപ്പർ ആണെങ്കിൽ ഇവിടെ പേര് വിളിച്ച് അവനെ തരാനായിട്ട് ആരംഭിക്കും. അതിന് ജിംബെ പറയും അവനെ തെരഞ്ഞിട്ട് കാര്യമില്ല, അവൻ യൂസ്ട്രസ് കിഡിനെ തടയാനായിട്ട് അകത്തേക്ക് പോയി. ചോപ്പർ ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ഓ നോ, അവനെ തന്നെ നിങ്ങൾക്ക് അകത്തേക്ക് പറഞ്ഞയക്കണമായിരുന്നോ? അതിന് ജിംബെ പറയും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, അവനെ തിരികെ വിളിക്കാൻ സോറോ പോയിട്ടുണ്ട്. അതുകൂടെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ആൾക്കാരുടെ മൊത്തം കൺട്രോളും പോവും. തെക്കോട്ട് വിട്ടാൽ വടക്കോട്ട് പോകുന്ന ടീമാണ്. സോ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഈ കാര്യങ്ങളൊന്നും അറിയാതെ ജിംബൈ ആണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ വണ്ടിയിൽ ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാവരും കയറി കഴിഞ്ഞു. സാഞ്ചിക്കാണെങ്കിൽ നാമിയുടെ ഒപ്പം ഇരിക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ വണ്ടിയിലാണെങ്കിൽ ഇനി ഒരു അല്പം പോലും സ്ഥലം ബാക്കിയില്ല. ഉസോപ്പും ചോപ്പറും അവർ രണ്ടുപേരും സാഞ്ചി നോക്കി കോക്കറ് കാണിച്ച് ഡോർ ക്ലോസ് ചെയ്യാണ്. ഇവിടെ ഫ്രാങ്കിയുടെ ബൈക്കിൽ ഇരിക്കാനുള്ള സീറ്റ് ഒഴിവുണ്ട്. അവനാണെങ്കിൽ ആർത്തിയോടുകൂടെ റോബിനെ വിളിക്കും. പക്ഷെ നമ്മുടെ ബ്രോക്ക് അവൻ ചാടി വന്ന് ആ ബൈക്കിലേക്ക് കയറിയിരിക്കുകയാണ്. ഫ്രാങ്കിയാണെങ്കിൽ ചോപ്പറിനോട് പറയും എൻട്രൻസിന്റെ ഭാഗം എത്തുമ്പോൾ ഈ രണ്ട് വണ്ടികളും ഞാൻ കമ്പൈൻ ചെയ്യിപ്പിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ ചോപ്പറിന് മനസ്സിലാവും പഴയതുപോലെ തന്നെ വണ്ടികൾ കമ്പൈൻ ചെയ്ത് ഒരു റോബോട്ടിനെ ക്രിയേറ്റ് ചെയ്യാനാണ് അവന്റെ പ്ലാൻ. ഫ്രാങ്കി ആണെങ്കിൽ അത്രയും പറഞ്ഞ് ഈ ആക്സിലേറ്റർ റേസ് ചെയ്ത് മുൻപോട്ടേക്ക് കുത്തിക്കും. രണ്ടാമതായിട്ട് ചോപ്പർ അവന്റെ വണ്ടി നല്ല സ്പീഡിൽ മുൻപോട്ടേക്ക് എടുക്കും. സാഞ്ചിക്കാണെങ്കിൽ അത് കണ്ട് സൈക്കിളില്ല, അവൻ ചാടി വന്ന് ആ വണ്ടിയിൽ എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കുകയാണ്. അവനാണെങ്കിൽ സ്നേഹത്തോടു കൂടെ റോബിനെ അരികിലേക്ക് വിളിക്കുകയാണ്, വായോ എന്റെ തോളത്തിരിക്കാം. അതിനവള് പറയും അയ്യോ ഇല്ല. ജിംബയും ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടന്നു വരാന്ന് പറയും. അത് കേട്ട് വീണ്ടും അവന് വലിയൊരു അപമാനം. അവരും ഇപ്പൊ നല്ല സ്പീഡിൽ വണ്ടിയായിട്ട് മുൻപോട്ടേക്ക് കുതിക്കുകയാണ്. ഇവിടെ റോബിനും ജിംബയും അവർ രണ്ടുപേരും കാഷ്വലായിട്ട് സംസാരിച്ച് പതിയെ നടക്കും. ജിംബയ്ക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ്, കാരണം ലൂഫിയാൻ ടീമിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷം ആളുടെ ഫസ്റ്റ് വാറാണിത്. ഏറ്റവും ബെസ്റ്റ് എനിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ആള് ദൃഢനിശ്ചയത്തോടു കൂടെ റോബിനുമായിട്ട് നടക്കും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത അവരുടെ പിന്നാലെ കൈഡോടെ മകൻ അവൻ അങ്ങനെ നടന്നു വരികയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ആൾട്ടി പെണ്ണ്, അവളാണെങ്കിൽ വണ്ണിനോട് ഒരു സ്റ്റോറി പറയാൻ ചോദിക്കും. അവൾക്കാണെങ്കിൽ ഇപ്പൊ വല്ലാതെ ബോറടിക്കുകയാണ്. അവനാണെങ്കിൽ കൺട്രോൾ പോവും, എന്നെ കൊണ്ട് പറ്റില്ല, ഓൾറെഡി ഞാനിവിടെ ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് പറഞ്ഞ് അവൾ അൾട്ടിയോട് ദേഷ്യപ്പെടും. അവൻ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന കുറച്ചു പേര് അൾട്ടിയോട് ഇപ്പൊ ദേഷ്യപ്പെടുകയാണ്. അവൾക്കാണെങ്കിൽ അതെല്ലാം കേട്ട് അവളുടെ ക്ഷമ നശിക്കും. ഇതാ മറ്റൊരു ഭാഗത്ത് സോറോയെ ആ സോൾജേഴ്സ് ഡ്രിങ്ക്സ് കഴിക്കാനായിട്ട് നിർബന്ധിക്കുകയാണ്. പക്ഷെ സോറോ ആണെങ്കിൽ ഒരു ഡ്രോപ്പ് പോലും കഴിക്കാൻ തയ്യാറാവില്ല. സോൾജേഴ്സ് ആണെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കാര്യം അതങ്ങനെ കാഷ്വലായിട്ട് പറയാണ്. സോറോ അവൻ ആ ഒരു മദ്യം കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കും. അത് വളരെയധികം മുന്തിയതും ഫസ്റ്റ് ക്വാളിറ്റി ഉള്ളതുമാണ്. അത് കൈഡോയ്ക്കും ഒറോച്ചിക്കും കുടിക്കാൻ മാത്രമായിട്ട് ഉണ്ടാക്കുന്നതാണ്. സോറോ ആണെങ്കിൽ ഒരു സെക്കൻഡ് ആ ഗ്രാമത്തിലുള്ള പാവം ജനങ്ങളെക്കുറിച്ച് ആലോചിക്കും. അവരാണെങ്കിൽ പണം കൊടുത്താണ് അവിടെ ഒരല്പം വെള്ളം പോലും വാങ്ങിക്കുന്നത്. ഇത്രയും കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും അവർ ജീവിക്കുകയാണ്. ആ സമയം അവരെ കുറ്റപ്പെടുത്തിയും അവരെ ദുഷിപ്പ് പറഞ്ഞും ഇവരിവിടെ ഡ്രിങ്ക്സ് കഴിക്കുകയാണ്. കൺട്രോൾ പോയ സോറോ അവൻ ആ ഡ്രിങ്ക്സ് എടുത്ത് ആ പാവം വില്ലേജ് ആൾക്കാരെ കുറ്റം പറഞ്ഞ ആ സോൾജിയറിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ലൂഫി അവനാണെങ്കിൽ യൂസ്ട്രസ് കിഡിനെ അന്വേഷിച്ച് മുൻപോട്ടേക്ക് പോവാണ്. അപ്പൊ ദൂരത്തായിട്ട് ക്വീൻ ആണെങ്കിൽ നിർത്താതെ പാട്ട് പാടുന്നത് അവൻ കാണും. സോൾജിയർ ആണെങ്കിൽ ഇപ്പൊ ലൂഫിയെ പിടിച്ചു വലിച്ച് അവിടെയുള്ള ഒരു അണ്ടാവ് നിറച്ചുള്ള ഭക്ഷണ സാധനങ്ങൾ അത് കാണിച്ചു കൊടുക്കുകയാണ്. നിനക്ക് ഇഷ്ടമുള്ള അത്രയും ഫുഡ് ഇവിടുന്ന് കഴിക്കാം. കാണേണ്ട താമസം ലൂഫിയുടെ കൺട്രോൾ പോയി അവനത് വാരി തിന്നാനായിട്ട് തുടങ്ങും. ലൂഫിക്കാണെങ്കിൽ ആ ഫുഡിന്റെ ടേസ്റ്റ് അത് ഒരുപാട് ഇഷ്ടപ്പെടും. അവൻ ഒരു നിമിഷം വയലറ്റ് പെണ്ണിനെ ആലോചിക്കുകയാണ്. സത്യത്തില് അവര് കഴിക്കേണ്ട ഭക്ഷണമാണ് ഇപ്പൊ അവൻ കഴിക്കുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് അത് അവൾക്ക് കിട്ടാറ്. അവൾക്ക് കിട്ടിയ ആ ഒരു ഫുഡ് പോലും ലൂഫിക്ക് കൊടുത്ത് ഫാക്ടറിയിൽ നിന്ന് വരുന്ന വാട്ടർ കുടിച്ച് അവള് വിശപ്പടക്കി. ആ ഗ്രാമത്തിലുള്ള എല്ലാവരും അത്തരത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലൂഫിയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ശോകമായിട്ട് നിൽക്കുമ്പോഴായിരിക്കും രണ്ടുപേര് റെഡ് ബീൻ സൂപ്പ് അതിന്റെ പേരിൽ തർക്കിച്ച് ആ സൂപ്പ് അവന്റെ ദേഹത്ത് മറിക്കുക. ഇത്രയും ടേസ്റ്റുള്ള സൂപ്പ് അത് വേസ്റ്റ് ആക്കിയത് ഓർക്കുമ്പോൾ വീണ്ടും അവന്റെ മനസ്സിലേക്ക് വരുന്ന ചിത്രം അത് വയലറ്റ് പെണ്ണിന്റെ തന്നെയാണ്. ലൂഫി ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ആ പാത്രം അത് തട്ടിത്തെറിപ്പിച്ച് അങ്ങനെ ടെററായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.